നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് മുടികൊഴിച്ചിൽ എന്നുള്ളത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് പുറമേ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പുറമേ താമസിക്കുന്നവർക്കായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. കോവിഡ് വന്ന് മാറിയതിന് ശേഷമൊക്കെ തന്നെ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറയുന്നതാണ് ഇതുപോലുള്ള മുടികൊഴിച്ചിൽ എന്നുള്ളൊരു പ്രശ്നം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറും ഒരു ടിപ്പ് മാത്രം ഉപയോഗിച്ചാലും മാറ്റം വരണമെന്നില്ല. ശരീരത്തിൽ ചില വൈറ്റമിൻ ഡി കുറഞ്ഞാൽ അല്ലെങ്കിൽ സിങ്ക് കുറഞ്ഞാലും ഒക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അനീമിക് ആയിട്ടുള്ളവർക്ക് വരാം, തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക്, മറ്റെന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിന് കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുള്ളവരാണെങ്കിൽ പോലും ഒരു 3 മാസത്തിന് ശേഷം ഈ ഒരു മുടികൊഴിച്ചിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സ്കാൽപ്പിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം സ്കിന്നിൽ ഉള്ള ഇറിറ്റേഷൻ അല്ലെങ്കിൽ സ്കിന്നിനുള്ള ഇത്തരം ചെറിയ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് വളരെ നല്ലൊരു ടിപ്പെന്ന് തോന്നിയിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും തന്നെ ഒരുപോലെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് എങ്ങനെയാണ് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം ചേരുവകളാണ് ചേർക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. ഫ്ലാക്സീഡ് ഹെയർ മാസ്ക് നമ്മൾ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് മെയിൻ ചേരുവ ഫ്ലാക്സീഡ്സ് തന്നെയാണ്. ഇത് വെയിറ്റ് ലോസിനും അതുപോലെ ഹെയറിനും സ്കിന്നിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. omega-3 അടങ്ങിയിട്ടുള്ളതാണ്. കൂടുതൽ ഭാരം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കുടവയറൊക്കെ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അത് ഒരുപാട് കലോറി അടങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു 3 സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇതിലെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് ഫ്ലാക്സീഡ്സ് തന്നെയാണ്. അപ്പം 3 സ്പൂണിൻ്റെ ഒരു കണക്ക് നമ്മുടെ ഹെയറിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചെടുക്കാം. ഇനി അതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള 1/2 സ്പൂണ് തേയിലപ്പൊടി ചേർത്തിട്ടുണ്ട്. തേയിലപ്പൊടി തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്ന നല്ലൊരു ഏജൻ്റാണ്. അതുപോലെ ഒരു പിടി ചെമ്പരത്തിയുടെ പൂവ്. ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല. പുറത്തുള്ളവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ പൗഡർ ഫോം എടുക്കാം. ചെമ്പരത്തിയൊക്കെ മോളൊരു വഴിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം തനിച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെയുള്ള കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ വീഡിയോയിലുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ അതിലേക്ക് അല്പം സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു 2 ഗ്ലാസ് വാട്ടർ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് അതേ ചൂടോടെ തന്നെ അരിച്ചെടുത്താണ്. അപ്പോൾ പിന്നെ നമുക്ക് ചൂട് പോയി കഴിഞ്ഞാൽ അത് നല്ല കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കേണ്ടിയൊക്കെ വരും. അതല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഒരു ഹെയർ പാക്ക് തയ്യാറായിട്ടുണ്ട്. ഫ്ലാക്സീഡ്സ് ഹെയറിനും സ്കിന്നിനും എങ്ങനെയെന്നുള്ളതും ഉള്ളിലേക്ക് കഴിച്ചാലുള്ള ഗുണങ്ങളും ഒക്കെ തന്നെ നമ്മൾ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ ഇത് നമുക്ക് ഹെയറിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മുടിക്ക് നല്ലൊരു സ്മൂത്ത്നെസ് നൽകാൻ അല്ലെങ്കിൽ മുടി നല്ല സിൽക്കി ആയിട്ട് ഇരുത്താനും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ്. മുടിയുടെ ടെക്സ്ചർ തന്നെ ഒന്ന് മാറിയതുപോലെ തോന്നും. അപ്പോൾ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ കുഞ്ഞു ബേബി ഹെയർസൊക്കെ തന്നെ വളരാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് പലപ്പോഴും തന്നെ പറയാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുളിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് സാധാരണ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു ഡീപ്പ് ഓയിൽ മസാജ് വേണ്ട, വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം തലനീരിറക്കം ഉള്ളവരാണെങ്കിൽ രാസ്നാദിപ്പൊടി അല്പം ഒന്ന് തിരുമിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓയിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വളരെ ലൂസായി പോകരുത്. എന്നിട്ട് നമുക്ക് തലയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നീരിറക്കം ഇല്ലാത്തവരാണെങ്കിൽ ഒരു 20 മിനിറ്റ് വരെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. അതിനുശേഷം
താളിയിൽ അല്പം കടലപ്പൊടി, നമ്മൾ മുൻപ് കുറേ താളികൾ ചെയ്തിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചെമ്പരത്തി താളിയിൽ അല്പം കടലപ്പൊടി ചേർത്തിട്ട് ചെയ്യാം. ഇനി പുറമെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഫ്ലാക്സീഡ് ജെല്ലും ഈ തേയിലപ്പൊടിയും മാത്രം മതി. ചെമ്പരത്തിപ്പൂ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ അത് ചെയ്യേണ്ട. അപ്പോൾ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, രണ്ടും വേണ്ടതാണ്. അപ്പം ഈ ഒരു തേയിലപ്പൊടി എന്നുള്ളത് മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാണ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട്, മുടി നല്ല സ്മൂത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. മുടി വളരാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് താരൻ പോവാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഹെന്ന ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഉപയോഗിക്കാറ്. പക്ഷേ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വളരെ നല്ലൊരു ടിപ്പ് കൂടിയാണിത്. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, തേയില വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് വേണേൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാം. അത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു സിമ്പിൾ ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. പേഴ്സണലി എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം പറയാൻ സാധിക്കില്ല, ചിലപ്പോൾ ഓരോരോ സ്കാൽപ്പിനും ചില വ്യത്യാസങ്ങൾ വരും. നിങ്ങൾക്കത് ഇഫക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ല ഇനി ഇത്തരം കാര്യങ്ങൾ കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാം. തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു. കാരണം മാക്സിമം പോയിൻറ്റ്സും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്ക് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പരിചയപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം അറിവുകൾ ഷെയർ ചെയ്ത് അവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായിട്ട് തന്നെ കണ്ടുമുട്ടാം. നന്ദി.